സൺഡേയിലത്തെ ഒരു കുഞ്ഞു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനും കിച്ചേട്ടനും കൂടി അമ്പലത്തിൽ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ആമേടയ്ക്കാണ് കേട്ടോ. അപ്പോൾ സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അമ്മയിടയ്ക്ക് വരുമ്പോൾ അമ്മേനേക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ വരാറ്. പക്ഷേ അമ്മയ്ക്കുന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ കല്യാണത്തിന് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചപ്പോൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോരാന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂട്ടറിൽ വരുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. സാരിയൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് സ്കൂട്ടറിൽ ഇരുത്തിട്ട് പോരാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് കിച്ചൻ നമ്പർ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് ലെഗിൻസ് ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിങ്ങ് പോന്നു. ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഇച്ചിക്കുട്ടനാണ് ഇപ്പം അമ്പലത്തിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഏക ഉദ്ദേശം പായസം കുടിക്കുക, പൈസ ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ ആൾ ഭയങ്കര വാശിയിലാണ് കേട്ടോ. അവന് പൈസയൊക്കെ കൊടുത്ത് തന്നെ അമ്പലത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ പൈസ തീർന്നു പോയി. അപ്പോൾ തീർന്നു പോയുള്ള വാശിയാണ്. ഇനിയും തരാൻ പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ ആൾ. കൈ നിറച്ചും പൈസ വേണം അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ പ്രസാദം കഴിച്ച് അവിടുന്ന് പായസമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര കൂടെയൊക്കെയായി. പിന്നെ അമ്പലത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അവന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ചു. പിന്നെ പുറത്ത് നമുക്ക് പായസം കിട്ടുന്നുണ്ട് കേട്ടോ. പായസം വാങ്ങിച്ച് അവന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മധുര ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്പലത്തിലുള്ള പ്രസാദം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്ലാസ്സിൽ വരുന്നവർക്കൊക്കെ പായസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പായസം വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ പാൽപ്പായസം അഴിപ്പിച്ച് പാൽപ്പായസം നമ്മൾ വാങ്ങിച്ചു. പിന്നെ പുറത്ത് നമ്മൾ എല്ലാവർക്കും പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പായസം കുടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പായസത്തിന് എന്തോ ഒരു പേര് പറയൂ കേട്ടോ. എന്ത് പായസം ഞാൻ വിട്ടുപോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിക്കുട്ടൻ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ പായസത്തിന്. പിന്നെ ഞാൻ പതുക്കെ ചൂടൊക്കെ ആറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. രാവിലെ അമ്പലത്തിൽ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ ചോദിച്ചതാ പായസം കിട്ടുമെന്നുണ്ട്. അവൻ രാവിലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഉഷാറാണ്. പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പുറകെ കായലാണ് കേട്ടോ. അപ്പോൾ ചീച്ചിക്കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനെയും കൂടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഇവിടെ കാർ പാർക്കിംഗ് ആണ്. ഇവിടെയല്ലേ തൊട്ടപ്പുറേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി പോവുക. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സ്കൂട്ടറും കൊണ്ട് വന്നതുകൊണ്ട് സ്കൂട്ടർ മേളിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇച്ചിക്കുട്ടനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളിതേ കായലിൻ്റെ അടുത്തായിട്ടൊക്കെ വന്നേക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാറങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ടാവും. വന്നവരൊക്കെ ഇത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ പോകുന്നത്. കാറൊക്കെ കുറേ പാർക്ക് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്ത് തുടങ്ങാൻ വേണ്ടി തുടങ്ങി. കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വിട്ട് അമ്പലത്തിലോട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. ഇനി നല്ല മഴ ഇങ്ങ് പെയ്തു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ ഇരുന്നു. ഇച്ചിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ നിന്നോടത്തൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര എൻജോയ് ചെയ്തവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഏതോ ഒരു അപ്പൂപ്പൻ്റെ ആയിരുന്നു. അവനെ സൈക്കിൾ കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ അച്ഛയെ നമുക്ക് സൈക്കിൾ കൊണ്ടുപോകാമെന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു അവൻ പറയുമായിരിക്കും. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ചെറിയ പൊടിമഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ